ചേച്ചി എടി നിക്ക്, ഞാനാ ഫസ്റ്റ് തൊട്ടത്. പിന്നെ ഞാൻ തൊട്ടു. എന്റെ അടുത്താണ് നിന്റെ കളി. വിട് ചേച്ചി, വിട് ചേച്ചി. എന്റെ കമ്മല് വേദനിക്കുന്നു. ഞാൻ പോട്ടെ. നിക്കടി, ഞാനും കൂടെ. ഓടാതെടി. നിക്കടി. വാ ചേച്ചി, വേഗം വാ. വരുമല്ലേ ചേച്ചി, വേഗം വാ. ദേ വൈകിയ പ്രസാദം തീരുവേ. ചേച്ചി ചേച്ചി ചേച്ചി. എന്താ മീനാക്ഷി, നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ഞാൻ എന്റെ ജീവനേക്കാളും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഇതിനാണ് പുറകെ നടന്നേ. എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. നീ സംസാരിച്ചപ്പോ ഞാനും സംസാരിച്ചെന്നേ ഉള്ളൂ എന്ന് കരുതി നീ വിളിച്ച ഉടനെ ഞാൻ കൂടെ വരുമെന്ന് വിചാരിച്ചോ? ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഇനി എന്നോട് സംസാരിക്കാൻ വരരുത്. എന്താ വേണ്ടെന്നാ? നമ്മൾ രണ്ടുപേരും +2 പഠിക്കുമ്പോ നിന്റെ പുറകെ ഒരുത്ത് നടക്കില്ലേ മുട്ടക്കട രാജേന്ദ്രൻ? അവനെ തല്ലിയതാരാ? ഞാനിപ്പോ ഈ കോളേജ് ചേർന്ന് പഠിക്കുന്നത് എന്തിനാ? നിന്നെ കാണാൻ വേണ്ടിട്ട്. എന്നെ തേച്ചിട്ട് വേറെ അവന്റെങ്കിലും കൂടെ നടന്നാ നിന്നെ അവനെയും പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. അമ്പലത്തിൽ വെച്ച് പറഞ്ഞ കാലിൽ ചെരുപ്പ് കാണില്ലെന്ന് വിചാരിച്ചോ? കൂടെ പഠിക്കുന്നവനായതുകൊണ്ടോ? ഓർത്തോ, മോറ്. മീനാക്ഷി നിക്ക്. ഒരു കാര്യം കേട്ടോ, ഇത് ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ അവരൊന്നും പറയില്ല, വെട്ടിക്കൊല്ലുള്ളൂ. മര്യാദക്ക് പൊയ്ക്കോ ഇവിടുന്ന്. നമുക്ക് പോവാൻ ചേച്ചി. അവൻ ആണത്തോളവനായിരുന്നു, എന്നെ അടിക്കണമായിരുന്നു, അല്ലാത്ത അരവിന്ദനെ അല്ല അടിക്കണ്ടേ. കോളേജ് കഴിഞ്ഞ് അവൻ വെളിയിൽ വരട്ടെ, അവൻ്റെ മോന്തി അടിച്ച് ഞാൻ ഷേക്ക് മാറ്റും. ഫസ്റ്റ് ഇയർ കെമിസ്ട്രി ക്ലാസ് എവിടെടാ? നേരെ പോയി ലെഫ്റ്റ് എടുത്ത് മുകളില്. അവിടെ ആരെ കാണണ്ടേ? എന്താ വന്നിട്ട് പറയാടാ. ഇലക്ട്രോ ന്യൂട്രോ വാട്ട് ദ റിയാക്ഷൻ ഡെഫിനേഷൻ കറക്റ്റായിട്ട് എഴുതണം. സാറേ, എന്താ വേണ്ടേ? സൈദിനൊന്ന് കാണണം. നിങ്ങളൊക്കെ ആരാ? അവന്റെ സ്വന്തക്കാരാ. സയ്യദേ, നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്ന ആരാ നോക്കി. വാടാ. ആരാ? എന്താ വേണ്ടേ? ചേട്ടാ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. ബാത്റൂം എവിടാന്നൊന്ന് ചോദിച്ചു. നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല. നീ വാ, നമുക്കൊന്ന് മൂത്രം വെച്ചിട്ട് സംസാരിക്കാം. എന്തിനാ വാതിലടയ്ക്കുന്നേ? എന്തിനാ ചാരിയെ? എന്നെ ചോർത്തടാ. നീ കൂന മുടിച്ചുകരെ ചെയ്യുന്ന പറഞ്ഞല്ലോ, അതിനാദ്യം നീ ഇവിടുന്ന് ഇവനോടെ പോവില്ല. മൂത്രം ഒഴിക്കണമെന്ന് തോന്നി അപ്പം മൂത്രം ഒഴിച്ചേക്കണം ചേട്ടാ, അല്ലേ പ്രശ്നമാകും. ഡാളിയാ, ജോസഫ് കൊണ്ടുണ്ട്. എപ്പോ വന്നു? ഇപ്പോൾ വന്നോളൂ, റൂമിലുണ്ട്. നീ എപ്പോഴാ വന്നേ? നിന്നോട് ചെന്നുടനെ വിളിക്കണമെന്ന് പറഞ്ഞല്ലേ? പോയിട്ടൊന്ന് വിളിച്ചു പോലുമില്ല. നാട്ടിലെന്തുണ്ട് വിശേഷം? അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
ഡാ, എന്തു പറ്റിടാ ജോസഫേ? അമ്മ 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 മരിച്ചു വേടാ. ജോസഫേ, എങ്ങനെയാണ് മരിച്ചത്? ഞാൻ പോവടാ. നീ ഇപ്പൊ എങ്ങോട്ട് പോവാനാ? ഞാൻ പോവടാ. അമ്മയാണ് എന്നെ ഇത്ര നാൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. അമ്മയില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാടാ പഠിക്കുന്നത്? ഞാൻ പോവടാ. എന്തിനാടാ ഇങ്ങനൊക്കെ പറയുന്നേ? അങ്ങനെയൊന്നും പറയാതെടാ. എനിക്ക് അച്ഛനും അമ്മയുണ്ട്. എന്നെ കാണുന്ന പോലെ തന്നെ നിന്നെയും കണ്ടോളൂ. അവർക്ക് ഇനിയൊരു മകനുണ്ടായിരുന്നെങ്കിൽ അവനെ പഠിക്കാൻ വിടാതിരിക്കോ? കരയാതെടാ. എന്റെ അമ്മയാടാ എനിക്ക്. നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ നോക്ക്, നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ നീ നന്നായിട്ട് പഠിക്കണവിടാ. കരയാതെ ജോസഫേ. എടാ ജോസഫേ, കരയാതെടാ. കരയാ കരയാതെടാ. അതെ, സജി എവിടാ ഉള്ളത്? ടെറസിന്റെ മേലിൽ ഉറങ്ങുവാ. എടാ വാടാ. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ നാറി ഉറക്കപ്പിച്ച പറഞ്ഞാന്ന് തോന്നുന്നു. യു ഷട്ട് അപ്പ്. ഇനി ഒരു വിശദീകരണം എന്നോട് പറയേണ്ട ആവശ്യമില്ല. റൗഡികളെയും കൂട്ടി ഹോസ്റ്റലിൽ പോയി നീ എപ്പോൾ അവരുമായി അടിയുണ്ടാക്കിയോ അതിനുശേഷവും ഞാൻ നിന്നിവിടെ പഠിപ്പിച്ച ഈ കോളേജിലെ കുട്ടികളെ ഞാൻ നശിപ്പിക്കുന്നതിന് തുല്യ. സാർ ഉടനെ TC കൊടുത്തുവിടെ. ഓക്കെ സാർ. നിങ്ങളാണെ വാർഡനെ വിവരം അറിയിക്കാതെ അവരുമായി വഴക്കുണ്ടാക്കിയിരിക്കുന്നു റൗഡികളെ പോലെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ആരും ഉത്തരം പറയും? പേരൻസിന്റെ കാര്യം വിട്, നമ്മുടെ കോളേജിനൊരു പേരില്ലേ? അതെ, എത്രയും പെട്ടെന്ന് ഈ രണ്ടുപേരെയും ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിടേ. ഓക്കെ സാർ. ഈ കോളേജിൽ ഹോസ്റ്റൽ ഉള്ളതുകൊണ്ടാണ് പഠിക്കാൻ വന്നേ. ഇത് നിങ്ങൾ ആദ്യം ആലോചിച്ചിരിക്കണം. രണ്ടുപേരും ഉഴപ്പാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പഠിക്കേ. ഇല്ലെങ്കിൽ TC വാങ്ങി കോളേജിൽ നിന്ന് പുറത്തു പോ. ഇത്ര നാൾ ഒരുപോലെ കഴിഞ്ഞിട്ട് നിങ്ങളെ വിട്ട് പിരിയുന്ന കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമം. സ്വന്തം അച്ഛനെ അമ്മയെ വരെ വേണമെങ്കിൽ പിരിഞ്ഞിരിക്കാം. പക്ഷേ നിങ്ങളെയൊക്കെ വിട്ട് പിരിയുന്ന കാര്യം ഓർക്കുമ്പോൾ എന്താ പറയേണ്ടത്? എങ്ങനെ പറയേണ്ടത്? നെഞ്ച് പൊട്ടുന്ന പോലെയുണ്ട്. സജി കൂട്ടുകാരനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് അഭിമാനം തോന്നണ എനിക്ക്. എടാ ചങ്ങാതി, കഷ്ടമായിരുന്നടാ. പൊട്ടങ്കണാര മലമണ്ട. സഹിക്കാൻ പറ്റുന്നില്ല അളിയ. അതുകൊണ്ടാ കഴുത കരയുന്ന പോലെ ഞാനങ്ങ് കരഞ്ഞത്. അത് പോട്ടെ, ഇന്ന് രാത്രി എവിടെ കിടക്കാൻ പോകും? നടുറോട്ടിൽ തന്നെ. എന്തിനാടാ നടു റോഡില്? നമ്മുടെ ചങ്ങാതി ഇവിടെ ഉള്ളപ്പോ അവന്റെ വീട്ടിൽ താമസിക്കുന്നു, പഠിക്കുന്നു, ഒരുമിച്ച് കോളേജിൽ പോന്നു. ആരാളിയാ പുതിയ ആള്?
സിൽക്കിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന യുവമാരെ എന്റെ വീട്ടിൽ കയറ്റി കിടത്തിയ എന്റെ അനിയത്തിയുടെ അവസ്ഥ. കരിനീലമിഴിയുള്ള കരിമ്പൊലി കരുത്തുള്ള കന്മതമണമുള്ള മാറിൽ മധുവുള്ള എസ്കേപ്പ് ആകാം. ഒന്നും രണ്ടുപേരും ഒന്ന് തിരിച്ച് ഒന്നുകൂടി രണ്ടുപേരും ഒന്ന് തിരിക്ക്. സ്മൈൽ സ്മൈൽ പ്ലീസ്. ഒന്നും രണ്ട്. എന്റെ അമ്മേ, അതെ, ഇതൊന്നും ശരിയാവില്ല. പോവാതെ എന്റെ വീട്ടിൽ എന്നെ പോലെ ഒരു അനിയത്തി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവും. അയ്യോ, ദാ, ഇവന്റെ മുഖം എങ്ങനെയാണെങ്കിൽ ഇവന്റെ അനിയത്തിന്റെ മുഖം എങ്ങനെയായിരിക്കും? ചുമ്മാരിടാ, അവന്റെ പെങ്ങള് നമ്മുടെ പെങ്ങളെ പോലല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് വെച്ചാ അതങ്ങനെ തന്നെയാ. അപ്പൊ പറഞ്ഞ പോലെ. വേണ്ട, ദേഷ്യപ്പെടാതെ. വീട്. ഇപ്പൊ എന്താ, നിങ്ങക്ക് വീട് വേണം, അത്രയല്ലേ ഉള്ളൂ? അതെ കൂട്ടുകാരാ. ഈ അരവിന്ദാക്ഷൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പുളിയമലയിൽ തുറക്കാത്ത ഏത് കഥകും തുറക്കുമെടാ മകനെ. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ അരവിന്ദന്റെ കൂട്ടുകാരനാണെന്ന് ആരും അറിയാൻ പാടില്ല. അറിഞ്ഞ അപ്പം നടുറോടി കിടക്കേണ്ടി വരും. അരവിന്ദനോ? അങ്ങനെ ആരും അറിയില്ലല്ലോ. ആ, പിന്നൊരു കാര്യം, 31-ാം തീയതിക്കും 1-ാം തീയതിക്കും ഇടയിൽ 12 മണിയാകുമ്പോൾ ചെട്ടിയാരെ തട്ടി വിളിച്ച് കറക്റ്റായിട്ട് വാടക കൊടുത്തേക്കണം. അത് ഞങ്ങൾ ഏറ്റു. പേടിക്കണ്ട. വാടാ പോടാ. നിക്കടാ. നമ്മുടെ ചെട്ടിയാരാ, അത് ചുമക്കുന്നതാ. ഓ, ചുമച്ചതാണോ? ആ, ഈ ഇടയ്ക്കൊക്കെ ഈ ചുമയുള്ളതാ. ഒരു പക്ഷേ ചുമച്ചില്ലെങ്കിൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അതെന്തിന്? തട്ടിപ്പോയാൽ ഞാൻ സമാധാനം പറയണ്ടേ? അത്രേ ഉള്ളൂ, ഒരു മിനിറ്റ് പോലും വൈകൂല. കറക്റ്റ്. അല്ലളിയാ, അക്കാലത്തൊക്കെ സുഖ ജീവിതമായിരുന്നല്ലോ ഇവിടെ. ഇനി നമുക്ക് ജീവിക്കണം. അത് നടക്കോ? ആ, ഹലോ, എന്താ? ഇങ്ങ് വന്നേ. അരവിന്ദൻ വന്ന് എൻ്റെ കൈയും കാലും പിടിച്ച് കരഞ്ഞ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീട് ശരിയാക്കി തന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അന്ന് കാണിച്ച തോന്നിവാസത്തിനുണ്ടല്ലോ. എന്തൊക്കെയായി പറയുന്നേ ജോസഫേ? ഇവൻ എന്തൊക്കെയായി പറയുന്നേ? എന്താ മനസ്സിലായില്ല? അന്ന് കയറ് പൊട്ടിച്ച് നിങ്ങളെ 3 പേരെ ഓടിച്ചിട്ട് കുത്താൻ വന്ന അമ്പലക്കാളയെ പിടിച്ചു കെട്ടിയത് ഞാനാ. ഓ, അത് ശരി. ആ, കൊള്ളാലോ. ഇവനെല്ലാം കുളവാക്കി. അപ്പോ നീ അല്ല മെരിക്കിയത് അല്ലേ? ഇല്ല, അവനായിരുന്നു. വൈക്കോലെടുക്കാൻ പോയ ആ സമയം കൊണ്ട് കൊമ്പിൽ കെട്ടിയിരുന്ന കസവും കൊണ്ടെടുത്ത് വന്നുകൊണ്ടൊരു മുണ്ടെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് പൊങ്ങച്ചടിച്ച് പോകുന്നുണ്ട്. അന്നേ ഞാൻ ഈ സത്യം തുറന്ന് പറയേണ്ടായിരുന്നു. എന്തായാലും ഇവിടെ താമസിക്കാൻ വന്നു. ഇനി ഈ പൊങ്ങച്ചൊക്കെ നിർത്തിയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ ശരി നോക്ക്. ചേട്ടാ. കേട്ടല്ലോ? ചേട്ടൻ പോയട്ടെ. കാളയെ മെരിക്കാൻ വന്നിരിക്കുന്നു സായിപ്പ്. എന്തിനാടാ ഇങ്ങനൊരു തരികയുടെ പരിപാടി കാണിച്ചേ? വിടറാ. നിക്ക്. അതങ്ങനെയാടാ, ചിലതൊക്കെ റെഡിയാവും, ചിലതൊന്നും റെഡിയാവത്തില്ല. നമ്മൾ മുണ്ട് പറിച്ചു, അവനാ കാളെ പിടിച്ചു കിട്ടി. നമ്മളല്ല സാറേ, നീ. തേക്കിന്റെ ജനലാണെന്നോ തോന്നുന്നത്. എങ്ങനെ? എൻ്റെ അച്ഛൻ ഒതുങ്ങിയാൽ ഇവൻ ഒതുങ്ങുന്ന ലക്ഷണമില്ല. ഇതിനെന്നല്ലത് വല്ല കയറെടുത്ത് തൂങ്ങിച്ചാവുന്നത്. അവളോട് പോയി പണി നോക്കാൻ പറ. വെറുതെ കുളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കുളിക്കാതെ പന്തയം വെച്ചോണ്ടിരിക്കുന്നു. കമലമ്മേ, ഇനി പോയി കാണുവോ? കമലമ്മേ. ആരത്? ആട് മേക്കുന്ന കമലമ്മയാണോ? എന്താ ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചോ? അതെ, പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിൽ നിങ്ങളോട് ആരാ വരാൻ പറഞ്ഞേ? നിങ്ങളോട് ആരാ ആണുങ്ങൾ കുളിക്കുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വരാൻ പറഞ്ഞേ? എന്താ നിങ്ങൾ കളിയാക്കുവാ? ഞങ്ങളുടെ കടവിൽ കുളിക്കാൻ വന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്നോ? നിങ്ങൾ ആദ്യം അങ്ങോട്ടൊന്ന് മാറിന്നേ, എനിക്ക് പെട്ടെന്ന് കുളിച്ചിട്ട് പോണം. മാറ്. എന്താ നല്ല ചൂടാണല്ലോ. എന്തെന്നാ? അല്ല, ഈ വെള്ളത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ വിവരം അറിഞ്ഞനെ.
നല്ല പളങ്ക് പോലെ ഉണ്ട്. എന്നാ പറഞ്ഞേ? അല്ല, ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞത്. അല്ല, എത്ര നേരം തേച്ച് വിളിക്കുന്നത്? നോക്കിയേ, പച്ചവെള്ളമല്ല മഞ്ഞവെള്ളമായി. ആയിക്കോട്ടെ. എന്തായാലും ഞാൻ കുളിച്ചു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നിങ്ങൾ കുളിച്ചോളൂ. ചന്ദന വരക്കുറിയണിയും പ്രമോദമുഖിയ പൊന്നുഷസേ നിന്റെ താലങ്ങളിൽ തിലക്കേറുകളിൽ പ്രസാദ ചന്ദനം നേരെ ആഹാ, അപ്പോൾ ഇതാണ് വീട്. അതും കണ്ടുപിടിച്ചു. ഇന്നലെ ആയിരുന്നു ഈ ഭാഗത്ത് വീട് വല്ലതും വാടകയ്ക്കുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. ഡാ സാബുമോനെ, നിന്റെ വീടായിരുന്നു ഇത്? നീ ഒന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ. കാലക്കം വീടാണല്ലോ. എന്താടാ, വീട്ടിൽ വന്നവരെ അകത്തോട്ട് ക്ഷണിക്കത്തൊന്നുമില്ല? വേറൊന്നുമല്ല, സൈക്കിള്, വെള്ളം, കുടം, ചെയിന് തെറ്റിപ്പോയി. നല്ല കാലം അവള് കണ്ടില്ല. ഒരു പക്ഷേ ഇനി ഇവൻ എന്നെ മനസ്സിലായില്ലേ? മറന്നായിരിക്കും. ഛേ, ഇത്ര നാണം കിട്ടിയിട്ടില്ല. വന്ന് വന്ന് ഇവനെ ഒന്നും സഹിക്കാൻ പറ്റാതായി. ഇനി ഇവളെ സ്റ്റെപ്പിലിരുന്ന് പഠിക്കാൻ സമ്മതിക്കരുത്. ഇവന് എൻ്റെ അമ്മേ, അയ്യോ അമ്മേ. ചേച്ചി പിടിച്ചോ. തന്നെയാ ചേട്ടാ, ഇവിടെ ആദ്യമായിട്ടാണ് തോന്നുന്നു. അതെ, പേര് ജോസഫ്, നാട് തീക്കോയി, പുളിയമല കോളേജിലാണ് പഠിക്കുന്നത്. നമ്മുടെ ചെട്ടിയാരുടെ വീട്ടിൽ അവിടെ താമസിക്കുന്നത്. താമസവും പഠിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, ആ മുന്നിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. ആഴ്ചയിലൊരിക്കല ടി വിയിലൊന്ന് പാട്ട് കാണാൻ വരുന്നത്, അതും കാണിക്കാതെ മുന്നിൽ കയറി നിന്നോളും. പറന്നു പൊൻകിളികൾ ഉള്ളിനുള്ളിൽ പൊങ്ങി പൊങ്ങി പ്രകാശം മാളിക പണിയും പ്രതീക്ഷാ താഴ്വരയോരം ദളങ്ങൾ താളം ചൊല്ലും കാത്തിൻ തങ്കത്തേരിൽ സീതത്തങ്കത്തിൽ. ഈശോയെ കാത്തോളണേ, ഈശോയെ കാത്തോളണേ, കാത്തോളണേ ഭഗവാൻ. നിന്നെ എങ്ങനെ ഓടിക്കുന്നതെന്ന് കണ്ടിപ്പോ.
മര്യാദയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ല. നാശം. പോട്ടെടി. ആ ശരി. ഹലോ, എന്താ ഗേൾസിന്റെ ഇവിടെ കാര്യം? മീനാക്ഷി ഒന്ന് കാണണം. ഫസ്റ്റ് ഇയർ ഗേൾസ് എല്ലാം NSS ക്യാമ്പിൽ പോയിരിക്കുക, നേമത്തുള്ള ശിവന്റെ അമ്പലത്തില്. ചൂല്. ഒന്നുമില്ല, അമ്പലത്തിൽ വന്ന. ശിവ ശിവ ശിവ. അതെ, ഒന്ന് നിന്നേ. എന്താ പതിവില്ലാതെ ഇവിടെ? എന്താ ഇപ്പൊ മീനാക്ഷിയുടെ വീടിന്റെ അവിടെയാണല്ലോ സൈക്കിളിൽ കറക്കം. അവിടെ എത്തുമ്പോ മാത്രം എങ്ങനെ സൈക്കിളിൽ ചെയിൻ പൊട്ടി പോകുന്നത്? അവളുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ നന്നാക്കണ കട മുമ്പിൽ തുടങ്ങാനായിട്ട്. ചുമ്മാ തമാശ പറയല്ലേ, അവിടെ നടന്ന കാര്യം തനിക്കറിയോ? ദേവയാനി, അത് ശരി, എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ അയ്യോ അല്ല, ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നേ. എന്നാ ഞാൻ അങ്ങ് പോയേക്കാം. നന്നായി. ഡി നിക്കടി. എന്താ പറ. അന്ന് ശരിക്കും സൈക്കിൾ ചെയിൻ തെറ്റിയതാ. തന്റെ വീട് അവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ തന്നെ ലൈൻ അടിക്കാൻ വന്നതല്ല. അതങ്ങനെയല്ലേ വരൂ. എന്താ പറഞ്ഞ? തന്നെ ലൈൻ അടിക്കാൻ വന്ന അല്ലെന്ന്. എന്താ ഇഷ്ടായില്ലേ? ഒരുപാട് ഇഷ്ടാ. എന്നാ ഞാനിനി അതുവഴി വരുമ്പോൾ ചൂലുമായിട്ട് നിൽക്കില്ലെന്ന് അനിയനോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ചേച്ചി ഈ വഴി കൂടെ പോ. ബെല്ലടിക്കേച്ചി. എന്തിനാടി? പോയേച്ചി. എടി, അനങ്ങാതിരിക്കാൻ അറിയില്ലേ? കുഴിയേച്ചി പിടിച്ചിരുന്നോളേ. ശരി. എനിക്കിഷ്ടായി, നിനക്കിഷ്ടായോ? എന്തിനാ ഇപ്പൊ ചിരിക്കണേ? ഒന്നില്ലേച്ചി. എന്താടി കയ്യില്? ഒന്നില്ലേച്ചി. എന്താ ഓടിക്കൊണ്ടിരുന്ന വണ്ടി നിന്നേ? എന്താടി അത്? ചോദിച്ച കേട്ടില്ലേ? ഒന്നില്ലേച്ചി. നോക്കട്ടെ എന്താന്ന്. ഇങ്ങ് താടി. താ. നീ ഇപ്പൊ തരുന്നുണ്ടോ ഇല്ലയോ? അത് ഇങ്ങോട്ട് താടി. ലവ് ലെറ്റർ അല്ലേ ഇത്? അല്ലേച്ചി. ആരാ? അവനല്ലേ തന്നത്? വേറെ വഴി വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. അതും ബെല്ലടിച്ച് വരാൻ ഇത് വഴി അല്ലേ? മാറി നിക്കടി, ഞാൻ കാണിച്ചു കൊടുക്കാം. വേണ്ടേച്ചി വേണ്ട. വാടി ഇങ്ങോട്ട്. അയ്യോ, വണ്ടി ഇങ്ങോട്ട് വരുന്നേ. എന്താണോ ഇത്? നീ ലവ് ലെറ്റർ എഴുതുമല്ലേ? ലവ് ലെറ്റർ പഠിക്കാൻ വന്നാ മര്യാദക്ക് പഠിച്ചിട്ട് വീട്ടിലോട്ട് പോണം, മടി കൊള്ളാതെ. ഈ നാടിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലേ? അതാ ഇങ്ങനെ. വാടി പോവാ. വാടി ഇങ്ങോട്ട്. അതിനസൂയ കുശുംബി. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ. എടി, എന്താടി അവിടെ കിട്ടാരെ പറയുന്നേ? കൂടെ താഴെ പോയതാ ചേച്ചി. കൂടെ നീയും വീഴാതെ സൂക്ഷിച്ചോ. അതിൻ്റെ അസൂയ ഉണ്ടില്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്താ?
എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. കിട്ടിയാണ്ടല്ലോ കൊല്ലും ഞാൻ. എടാ ഫോൺ കിടന്ന് അടിക്കുന്ന കണ്ടില്ലേ, നീ എവിടെ പോയി കിടക്കുക? വരുവാ. പോത്തിനെ പോലെ വളർന്നല്ലാതെ എന്ത് പ്രയോജനമായി? ഞാൻ എടുത്തോളാം. ഹലോ, ഞാൻ മണിയമ്പിള്ളയായിരുന്നു സംസാരിക്കുന്നേ. പറയടാ. ആ പറഞ്ഞ രണ്ടുപേരും പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. ആ സാറ് വരുന്നത് നോക്കിയിരിക്കുവാ. ആ അവിടേക്കാ വരുന്നത്. ആ ശരി എന്നാ ഓക്കെ. ആരടാ വിളിച്ചത്? ചൊവ്വൂരിന്നാ. എന്തിനാടാ? പുറപ്പെട്ടെന്ന് ചോദിക്കായിരുന്നു. ആ ശരി, വണ്ടി ഇറക്ക. ആ ശരി. മുതലാളി, മുതലാളി. എന്താടാ? തക്കാളി, കൗല്, പെണ്ണ് കണ്ടു. പെണ്ണ് തക്കാളി എടുത്തോണ്ട് ചന്തേ കൊടുക്ക. വണ്ടി എടുക്ക. അവിടെ മുതലാളി, മുതലാളി, മുതലാളി. നമുക്കൊരു സിനിമയ്ക്ക് പോയാലെന്താ? ഒറ്റയ്ക്കോ? അല്ല, നമ്മൾ രണ്ടാളും ചേർന്ന്. കയ്യെ തൊടുമ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഒരു ഉമ്മ ചോദിച്ചാലോ? ഉമ്മയോ? അയ്യോ, ഞാൻ പോവാ. മീനാക്ഷി, മീനാക്ഷി. എന്താ ഇയാള് നിന്നേ? കൂടെ വരാൻ പോവാ? അയ്യോ, വെല്ലിച്ചന്റെ വണ്ടിയാ വരുന്നേ. നമ്മള് രണ്ടുപേരും ഒരുമിച്ച് കണ്ട് തീർന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആദ്യം നീ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, പൊയ്ക്കോളാം പറഞ്ഞില്ലേ. എന്താ മോളെ? വെല്ലിച്ച, നീ എന്താ ഇത്ര താമസിച്ചു വരുന്നത്? പ്രാക്ടിക്കൽ ഇപ്പോഴാ തീർന്ന്. ശരി ശരി, വേഗം വീട്ടിൽ പോകാൻ നോക്ക്. നിന്നെ വീട്ടിൽ തിരക്കുന്നുണ്ട്. കണ്ണാടി നേരെ വെക്കേ. നിർത്തണ വണ്ടി. കൺമുന്നിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനാണോ ചേച്ചി കോളേജിൽ വിടുന്നത്? ഇങ്ങനെ വരുമെന്ന് കണ്ടു തന്നെ ഞാൻ പറഞ്ഞേ ഈ കഴുതയെ പഠിപ്പിക്കാൻ വിടണ്ടെന്ന്. കേട്ടോ ഇവള്? കേട്ടോ? നിൽക്കില്ലേ? അല്ലെങ്കിൽ തന്നെ ഒന്നിനെ 10 പെരുപ്പിച്ച് പറയും നമ്മുടെ നാട്ടുകാർ. ദൈവാധീനം കൊണ്ടാ ചേട്ടൻ കണ്ടത്. വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അയ്യയ്യേ, ഊതി പരിപ്പിച്ച് നിങ്ങൾ തന്നെ ഇപ്പൊ നാട്ടുകാരെ മൊത്തം വിളിച്ചറിയിക്കും തോന്നുന്നല്ല. അതൊന്നുമല്ല കാര്യം. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് കോളേജിൽ പഠിക്കാൻ പോയിരിക്കുക. സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാണക്കേട് നമുക്കല്ലേ. കണ്ണോണ്ട് കാണുന്നതും കാതോണ്ട് കേൾക്കുന്നതൊന്നും സത്യമായിരിക്കണമെന്നില്ല. വഴിക്ക് വെച്ച് വല്യച്ഛനെ കണ്ടുവന്ന് വന്ന പാടെ അവൾ എന്നോട് പറഞ്ഞിരുന്നു. എന്തോ പഠിക്കുന്ന കാര്യത്തെപ്പറ്റി ആ പയ്യനോട് സംസാരിച്ചത്. ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. നമ്മുടെ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു തോന്നുന്നില്ല. കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ശരി ഏട്ടാ. ആ ചെക്കനെ പിടിച്ച് 4 പെടപെടച്ച് വിട്ടാലോ? വേണ്ടടാ, കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്. ആ വരട്ടെ. ആ പോയിട്ട് വാ. എന്താ പോട്ടെ? ആ ശരി.
അവർ പറഞ്ഞതെല്ലാം നുണയാടാ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എൻ്റെ കണ്ണെന്താ പൊട്ടക്കണ്ണോ? ഇനി അവർ രണ്ടുപേരെയും എവിടെയെങ്കിലും വെച്ച് കണ്ടാ അവിടെ വെച്ച് തീർത്തേക്ക്. അത് ഞാൻ ഏറ്റവും. എടാ പറയാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോന്നേ? എടാ തൊഴുതിട്ട് വരാൻ. എടാ സമയം, എടാ പടം തുടങ്ങും. എന്റെ എടാ ഇന്ന് വിശേഷ പൂജയുണ്ട്, ഞാനങ്ങ് മറന്നു പോയതാ. എന്റെ അമ്മ ശാന്തിയോട് ചോദിക്കും ഞാൻ ഇവിടെ വന്നില്ല. 2 മിനിറ്റ് പൂജാരി ഞാനിന്ന് മുഖം കാണിച്ചിട്ട് ഓടി വരാൻ. എനിക്ക് വരുന്ന ദേഷ്യത്തിൽ കഴുത്ത് എന്തായത് എന്നെ ഇങ്ങനെ സഹിക്കാതെ. നീ എന്ത് ചെയ്താലും എനിക്ക് നല്ലതിന് വേണ്ടി ചെയ്യുള്ളൂ എനിക്കറിയാം. അത് ഞാൻ ചെയ്യുന്നതല്ല, ഈശ്വരനാണ് നിനക്ക് വേണ്ടി ചെയ്യുന്നത്, അറിയാമോ? വാ, ആദ്യം ഗണപതിയെ തൊട്ട് വണങ്ങാം. വിനായകനെ വിഘ്നേശ്വരനെ കാത്തുകൊള്ളണമേ. ഓം സർവവിഘ്നഹരം ദേവം സർവവിഘ്ന ഊർജിതം സർവസിദ്ധി പ്രദാകാരം വന്ദേഹം ഗണനായകം ഇങ്ങോട്ട് നോക്കി തൊഴടാ. യഥോ വേദവാചോ വികണ്ഠ മനോപി സദാ നേതി പരബ്രഹ്മരൂപം ചിദാനന്ദഭൂതം നമാമീശം ഭജാമേം ഗണേശ. ഭഗവാനെ കാത്തുകൊള്ളണേ, വിനായകനെ രക്ഷിക്കണേ. ഇവനും എൻ്റെ കൂട്ടുകാരനും നല്ലൊരു ബുദ്ധി കൊടുക്കണമേ, അവനും വിചാരിക്കുന്നെല്ലാം നടക്കണമേ. ഇവൻ എവിടെ പോയി? മീനാക്ഷി പോകല്ലേ, പറയുന്ന കേക്ക്. നാളെ കാണാം. എടാ നാശം പിടിച്ചവനെ, എന്തോ നാടാ ഇതൊക്കെ? കണ്ടാലറിയില്ല. ലൈന് ലൈനോ? ലൈൻ എന്ന് വെച്ചാ കറണ്ടല്ല, ലവ്, കുഞ്ഞു പ്രേമം. എടാ അവളുടെ അച്ഛൻ കൊല്ലാൻ പോലും മടിക്കാത്ത ആളാണടാ. ഈ വിഷയയുടെ കാതിലെത്തിയ കണ്ടം തുണ്ടം വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും. എന്നെ വിട്ടുകളാളിയാ. ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പം നിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവയ്ക്കും. നീ എന്റെ കൂടെ ഉള്ളതാ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. എന്താടാ അളിയ ഇങ്ങനെ അളിയാ പുളിയാന്ന് എന്നെ വിളിച്ച് സൂചിപ്പിക്കല്ലേ. കൈ കൂപ്പി ഞാൻ പറയാ, ഒരു സ്നേഹവും വേണ്ട, മണ്ണാൻ കട്ടയും വേണ്ട, എന്നെ വിട്ടേക്ക്. എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി കൂടെ പാടം തുടങ്ങാറായി. എന്റെ ഫോട്ടോയ്ക്ക് മാലയിടുന്ന കാലോടാ നിനക്ക്. എന്താ അരവിന്ദ, ആരുടെ ഫോട്ടോയില് മാലയിടുന്ന കാര്യം പറയുന്നത്? പറയും, നമുക്ക് ഇട്ടേക്കാന്ന്. ആരെങ്കിലും വല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. നീയല്ലേ പറഞ്ഞ എന്താ ഫോട്ടോന്നോ മാലോന്നൊക്കെ? അത് ഈ വടമാല ഇടുകയല്ലേ നമ്മളെ. ആഞ്ജനേയർക്ക്. അതെ 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 അതെ. ചാർത്ത് പയ്യൻ കഠിന വ്രതത്തിലെന്നാ തോന്നുന്നു. അവന്റെ നെറ്റ് കണ്ടാലും അറിയില്ലേ. ചാർത്തെന്ന് പറഞ്ഞിട്ട് എന്നെ ചാർത്താതെ വിട്ട് ദൈവമേ രക്ഷപ്പെട്ടു. ഒന്ന് വേഗം താ സാറേ, ആൻസർ വന്ന് മുട്ടി നിൽക്കുക. മറന്നു പോവും ഞാൻ. എന്തോന്നാ ഇത്? ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണല്ലോ. ഇന്ന് എഴുതിയത് തന്നെ. അടുത്തിരിക്കുന്നവന്റെ പേപ്പർ നോക്കി എഴുതാം. ഓ, ഇത് ഒടുക്കത്തെ കേസ് തന്നെ. മുന്നിൽ കൂടെയും വിടുന്നു, പുറകെ കൂടെയും വിടുന്നു. ആഹാ, ഇവൻ നല്ല എഴുത്തുകാരനാ. ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങാം. എഴുതിട്ട പേപ്പർ എന്താ പ്ലീസ് താ. ഇവൻ കാണാത്ത മട്ടി ഇരിക്കുകയാണല്ലോ. എഴുതിയത് സാറേ. അയ്യോ കുളമായി. എന്താടോ? ഒരു അഡീഷണൽ പേപ്പർ വേണം സാറേ. ദൈവമേ, ഇവൻ എന്തോ ഇതിനു വേണ്ടി എഴുതുന്നത്? അവൻ എഴുതി തീരട്ടെ, എന്നിട്ട് ചോദിക്കാം. രാത്രി മൊത്തം ഉറക്കളച്ചിരുന്ന് വിട്ടിട്ട് ഇപ്പൊ ഇരുന്ന് ഉറങ്ങുന്ന കണ്ടല്ലേ കരുവീട്ടി. ആരും കോപ്പി അടിക്കരുത്, പിടിച്ചാ 3 വർഷം വെളിയില. വേണ്ട വേണ്ട സാർ സാർ സാറ് മാർപ്പടാ. ഇന്നൊരു കലക്ക് ഞാൻ. ഇവനാ എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ. ദൈവമേ പൊലിപ്പിച്ചേക്കണേ. എന്തായാലും പേനയ്ക്ക് ജോലി ഒഴിവായി കിട്ടി, മടക്കി കൊടുത്തേക്കാം. എടാ അരവിന്ദ, ഇന്നലെ അവരെ രണ്ടുപേരെയും നീ അമ്പലത്തിൽ കൊണ്ടുപോയല്ലടാ. എന്താടാ നോക്കുന്നേ? ഞാൻ തന്നെടാ സയ്യിദ്. എന്താടാ കിട്ടിയതൊന്നും നിനക്ക് പോരെ? നീ കാരണോടാ എനിക്ക് മീനാക്ഷി കിട്ടാതെ പോയത്. എനിക്കിട്ട് പണി തന്ന് നീ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നീ അവിടെ നിന്ന് പരീക്ഷ എഴുതുന്നോ? അതും അടുത്തവന്റെ പേപ്പർ നോക്കി. നീ പുറത്തോട്ട് വാടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവസാനമായി പറയാ, ഇനി അവരോടൊപ്പം നിന്നെ എങ്ങനെ അവിടെ കണ്ടാലുണ്ടല്ലോ, നിന്റെ കൈയും കാലും തല്ലിയൊടിച്ച്
കുഴിച്ചു മൂടും ഞാൻ. ഏയ് എന്നാ എഴുന്നില്ല? എല്ലാം എഴുതിയല്ലോ ഇതില്. പിന്നല്ല. ഇത്ര പെട്ടെന്ന് ഇയാൾ എഴുതി കഴിഞ്ഞോ? ഒന്നും പഠിച്ചില്ലെന്ന് തോന്നുന്നു. പഠിച്ചു സാറേ, ഞാൻ പോവാ. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എഴുതി വെച്ചെന്ന് തോന്നുന്നു. എൻ്റെ അമ്മേ, ഇനി പഠിത്തവും വേണ്ട, ഒന്നും വേണ്ട. അല്ല അളിയ, എല്ലാം എഴുതി തീർത്താ? എളുപ്പമായിരുന്നു അളിയ. സാരമില്ല അളിയ, 1-2 മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. അടുത്ത സെമസ്റ്റർ എഴുതി എടുക്കാലോ. വാ. അല്ല അളിയ, നമ്മുടെ ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് പറയുന്നത് കേട്ടല്ലേ? നീ ഒന്ന് പറഞ്ഞു പോലും ഇല്ല. ആ പെണ്ണ് പറഞ്ഞല്ലേ? നീ ആള് കൊള്ളാലോ, കണ്ടുപിടിച്ചല്ലേ. വാ, നമുക്ക് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം. ചേരിപ്പൂരി അടിക്കും ഞാൻ. കണ്ടില്ലേടാ കറുപ്പുടുപ്പിട്ടേക്കുന്നത് എന്റെ വായിലും. ഇനിയുള്ളത് ദുഃഖത്തിന്റെ നാളുകളാ. നീ ഒരുത്തൻ കാരണം എനിക്ക്. അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ് വല്ലവന്റെയും കയ്യിൽ നിന്ന് അടി കൊള്ളുന്നതിലും ഭേദം എങ്ങും പോകാതെ അച്ഛന്റെ കയ്യിൽ നിന്ന് അടി കൊള്ളുന്നത് എത്രയോ നല്ലതാണ്. വേണ്ട, എന്നെ വിട്ടേക്ക്. ഞാനൊന്ന് ജീവിച്ചു പൊക്കോട്ടെ. ദയവ് തന്നെ ഉപദ്രവിക്കരുത്. എടാ അളിയ, എടാ നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി ഞാൻ തല്ലുകൊണ്ട് ചാവുന്നു. എന്താടാ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. പറയാൻ തുടങ്ങിയാൽ നീ കയറെടുത്ത് തൂങ്ങിച്ചാകേണ്ടി വരുവാടാ. അരവിന്ദ, നീ ഉദ്ദേശിച്ച അരവിന്ദൻ അല്ല ഇത്. എങ്ങനെയാടാ വിളിക്കണ്ടേ? നീ വിളിക്കണ്ടെന്നെ. നല്ലൊരു വിശ്വാസിയായിരുന്നു ഞാൻ. കാരണം അവന്റെ വിശ്വാസം പോയി, എല്ലാം പോയി. അയ്യോ പാവം. നീ മൂളിയരാഗം പൂങ്കാറ്റും ഞാനും പാടി മൂവന്തി പടവിലിരിക്കണ കന്നിക്കിളിയുടെ ചുണ്ടിലെ ഈണമിതേ. എന്താ പറ്റിയ? എവിടെ ശബ്ദം? അതെ, ഈ വീട്ടിൽ ആരും ഇല്ലേ? വീടിനകത്ത് ആരുമില്ല, കിണറിനകത്താ. കിണറിന്റെ അകത്തോ? അല്ല, അതിനകത്ത് ആരാ? ഒന്നിങ്ങ് വന്ന് നോക്ക്. അയ്യോ, ഇതാരാ? നിങ്ങളായിരുന്നല്ലേ? എന്താ കുളിക്കുമായിരുന്നോ? അതെ, ആ സോപ്പ് പൊടി കണ്ടിട്ട്. കിണറ് കണ്ടാ മതിയല്ലോ, പടി ഉണ്ടോ ഇല്ലയോ ഉടനെ അങ്ങ് ചാടുമല്ലേ. തമാശയാണോ? തൊട്ടി പോയപ്പോ കയറി പിടിച്ച് ഞാൻ ഇറങ്ങിയത് താഴെ. ഇപ്പൊ കയറ് പൊട്ടി ഞാനും വീണു. എന്താ തൊട്ടി താങ്ങാത്ത കയറി നിങ്ങളെങ്ങനെ താങ്ങുന്നേ? ഏത് നാട്ടുകാരനാ? ആദ്യം എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്ക്, പിന്നെ പറയാം നാടും വീടും ഒക്കെ. അയ്യോ, സാരി ഒന്നും അഴിക്കണ്ട, നീളം പറ്റില്ല. വേണ്ട വേണ്ട. അതങ്ങ് മനസ്സിരിക്കട്ടെ. എത്തിയില്ലെങ്കിൽ പാവാട വള്ളിയും കൂടെ നിങ്ങളങ്ങ് ചോദിക്കുമല്ലോ. ഒന്ന് നിക്ക്. കുറച്ചും കൂടെ താഴെ. ആ, കയർ സ്ട്രോങ് അല്ലേ? എന്തോ അതിപ്പോഴാ ചോദിക്കുന്നത്? ആ പിഞ്ചെ കയറി തൂങ്ങി ചാടിയപ്പോ ഓർക്കണായിരുന്നു. ആദ്യം അതേ പിടിച്ചൊന്ന് കേറി വരാൻ നോക്ക്. പിടിച്ചോണേ. ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. നോക്കി. ആ കയ്യും തന്നെ. സമയത്ത് അയാള് വന്നേ, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ചത്തുവേനെ. വെള്ളം കുടിക്കാതെ ചത്തില്ലെന്ന് പറയില്ലല്ലോ. കിടപ്പ് കൊള്ളായിരുന്നു, തവളെ പോലെ. അതിരിക്കട്ടെ.